റീൽസിലും ഗൂഗിൾ റിവ്യൂവിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് കണ്ട ഒരു 3 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ 3 പോയിൻറ്റ്സ് ഇന്നൊരു ഓഫ് ഡേ കിട്ടിയപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ റെഡിയായി ഗൂഗിൾ മാപ്പിൽ പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. ഇതിനു മുന്നേ ഞാൻ ഒരു എൻജോയ് പോയപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഡൗട്ടോടുകൂടിയാണ് ഇറങ്ങിയത്. പക്ഷേ എങ്കിലും അവിടെ ചെന്നപ്പം രസമായിരുന്നു. ഞാൻ പോയ റൂട്ട് എന്ന് പറഞ്ഞാൽ ബന്നേർഘട്ട, അങ്ങനെ തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ആ ഒരു നേച്ചർ ക്യാമ്പ്, ബന്നേർഘട്ട നേച്ചർ ക്യാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ റൂട്ടാണ് ഞാൻ പോയത്. ആ റോഡ് കൊള്ളായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പോയിൻ്റ് എത്തി ബേർഡ് പാരഡൈസ് ഫൗണ്ടേഷൻ. ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഓൺലൈൻ ബുക്കിംഗ് മാൻഡേറ്ററി എന്നുള്ള ഈ ബോർഡ് കാണുന്നത്. സ്കാൻ ചെയ്ത് അപ്പം തന്നെ ബുക്ക് ചെയ്തു. ആക്ടിവിറ്റീസ് വേണമെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുക, അതിൻ്റെ പേയ്മെൻറ്റും ചെയ്യുക, എന്നിട്ട് കയറുക. അത്രേ ഉള്ളൂ. ഞാൻ ചെന്ന സമയത്തിൻ്റെ ഞാൻ തോന്നുന്നു അവിടെ തിരക്കേ ഇല്ലായിരുന്നു. റിസപ്ഷനിൽ ആ ടൈമിൽ കഴിക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നതുകൊണ്ട് എനിക്കതും അവരോടും ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അകത്ത് കയറി കുറച്ചൊന്ന് ഇറങ്ങിയപ്പോഴാണ് ഓക്കെ ഇതൊരു ഗൈഡ് ടൂറാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ഗൈഡിനെ കിട്ടിയത്. പിന്നെ ഞങ്ങൾ ആനിമൽസിൻ്റെ അടുത്തേക്ക് പോയി. ആ സൈറ്റ് ക്ലോസ് ചെയ്യരുത് കേട്ടോ. ഫസ്റ്റ് ഒരു റോഡൻ ടൂർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നില്ല. ഫസ്റ്റ് പാർട്സ് മൊത്തം ഈ ചുണ്ടെലി, ചെറിയ എലി, വലിയ എലി, പല സൈസിലുള്ള എലികൾ, റാബിറ്റുകൾ, ഇതുപോലത്തെ ഒരു കോമ്പിനേഷനായിരുന്നു ഫസ്റ്റ്. ഈ സാധനം ഓടി നടക്കുമായിരുന്നു, പിടിക്കാനേ പറ്റുന്നില്ലായിരുന്നു എനിക്ക്. ഇയാളുടെ പേര് ടിഗൂറാറ്റ്. അപ്പം ടിഗൂറാറ്റിനെ പിടിച്ച്, പിന്നെ മുയൽ, ഗിനി പിഗ്, പിന്നെ പ്രാവുകൾ, പിന്നെ ചെറിയൊരു എലി, ഇങ്ങനത്തെ പല സൈസിലുള്ള ചുണ്ടെലിയില്ലേ, കുഞ്ഞെലി, ആ സൈസുള്ളൊരു സംഭവം. അതിൻ്റെ പേര് കാണിച്ചു തരാം, വെയിറ്റ്, അതിലോട്ടെത്തട്ടെ. അപ്പം ഈ ടിഗൂറായിട്ട് കഴിഞ്ഞിട്ട് ഗിനി പിഗിൽ പോയി. ഗിനി പിഗിന് ശേഷം റാബിറ്റിലേക്ക് എത്തി. ഈ റാബിറ്റ് ഇവിടുത്തെ അല്ല, ജർമ്മനിയിലെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പറഞ്ഞതിൻ്റെ വെച്ചിട്ട്. അപ്പോൾ ആളെയും പിടിച്ച് കുറച്ച് നേരത്തെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. ആദ്യം പിടിച്ചപ്പോൾ എൻ്റെ നെറ്റി ചാടാൻ പോയി, പക്ഷേ പിന്നെ അടങ്ങിയിരുന്നു. പിന്നെ മുയലിനെ വിട്ടിട്ട് ഹെഡ്ജ് ഹോക്കിലേക്ക് പോയി. ഈ ഹെഡ്ജ് ഹോക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പം നമ്മുടെ മുള്ളമ്മന്നയുടെ കുഞ്ഞാണ് ആദ്യം വിചാരിച്ചത്. മുള്ളമ്മന്നയെക്കാട്ടിലും മുള്ളിന് വളരെ കട്ടി കുറവാണ് ഇതിന് രസമാണ്. ഇതിന് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പാർട്ടി. ഇങ്ങനെ നക്കി തുടങ്ങുകയാണെങ്കിൽ, നക്കുന്ന പോലെ വരുവാണെന്നുണ്ടെങ്കിൽ പറയണം കടിക്കാൻ പോവാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് നേരം പിടിച്ചിട്ട് പെട്ടെന്ന് പൊട്ടിയാൽ. പിന്നെ പ്രാവുകളായിരുന്നു, എല്ലാത്തരം പ്രാവുകളും. ചൈനീസ് ഔളെന്നുള്ള പ്രാവിനെ കണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത് ശരി, ചൈനക്കാർ ഇതിൻ്റെ പേരിടിയിലും ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്നായിപ്പോയി. പിന്നെ എല്ലാ പ്രാവുകളെയും കണ്ടു. അങ്ങനെ പ്രാവിൻ്റെയും കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ പ്രാവുകളുടെ കൂട്ടിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ജർമ്മൻ ചില്ലി ബാക്കും, പിന്നെ ഒരു ഇറ്റാലിയൻ പാർട്ടിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഇവർ ഇറ്റാലിയൻ അത് സാധനം എന്താണെങ്കിലും ഞാൻ പറഞ്ഞാൽ പറഞ്ഞതിലൊക്കെ ഇപ്പം ഓക്കെ. അപ്പം ആ 2 പ്രാവുകളെയും എൻ്റെ ഫേവറേറ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ പോയി. ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് വയലൻ്റ് ആണെന്നൊക്കെ പറയുന്നു, പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾ പുള്ളിയുടെ ഡീസൻ്റ് ആയിരുന്നു. നമ്മളതിനെ പിടിക്കാൻ പോകില്ല, കാരണം ആൾ കടിക്കും എന്നുള്ളതുകൊണ്ട്, കടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പുള്ളി പറഞ്ഞു പിടിച്ചോളാം കുഴപ്പമില്ല എന്ന്, മരത്തിൽ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്കിട്ട് ധൈര്യമില്ലായിരുന്നു. പിന്നെ ഓസ്ട്രിച്ചുകളെടുത്തു. ഇതിനെ ഞാൻ തല്ല പോയാലും തിരി കൊടുക്കാൻ പോകില്ല, കാരണം ഇതിൻ്റെ പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ കഴിക്കാൻ വന്ന ഇല കഴിക്കാൻ വന്നപ്പം കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ഞാൻ കൊടുത്ത എൻ്റെ കൈ അവരുടെ വായിലിരിക്കുമെന്ന്. അതുകൊണ്ട് അതിന് പോയില്ല. പക്ഷേ എമ്മുവിൻ്റെ അടുത്ത് ഞാൻ പോയി. ആദ്യം ഇവരെല്ലാം കൂടി ഇങ്ങനെ വട്ടം കൂടിയപ്പം ഞാൻ ഒന്ന് പേടിച്ചു, കാരണം ഇവരെന്നെ കൊത്തുപോയി തീറ്റയില്ല കിട്ടാതെ ഇരിക്കുന്നുണ്ട്. പാത്രത്തിൽ തീറ്റ തീരുന്നുണ്ടെങ്കിൽ എനിക്കിട്ട് കൊത്ത് കിട്ടുമെന്നൊരു ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ആൾക്കാർ ഡീസൻ്റാണ്. ഇവരുടെ അടുത്ത് നമുക്ക് അത്യാവശ്യം ഫ്രീഡം എടുക്കാം. ഓസ്ട്രിച്ചുകളുടെ അടുത്ത് അതെടുക്കാൻ പോയത് ചവിട്ട് കിട്ടും ചിലപ്പോൾ. ഇത് മുമ്പിൽ നിന്നുള്ള വീഡിയോ ആയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹക്കൂണ മാറ്റാറ്റയുടെ ഒരു BGM ഇല്ലേ, ആ BGM എനിക്ക് ഓർമ്മ വന്നു. ഇവർ തലയിലൊക്കെ തലോടാനൊക്കെ നിന്ന് തരും കേട്ടോ. 1-2 പേർക്ക് പേടിയൊക്കെ ഉണ്ടാകും കേട്ടോ. ഒരാൾ താന്നു പോകും, അടുത്ത ആൾ പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, നിന്ന് എനിക്ക് കുഴപ്പമില്ല ഉള്ള പരുവത്തിൽ പുള്ളികളെ നിന്നു. പിന്നെ കണ്ടതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൂടെ നടക്കുന്ന പാർട്ടികളാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഫീഡ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും നമുക്ക് ഫീഡ് ചെയ്യാം. അവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് പാലിക്കണം, അതേ ഉള്ളൂ. അല്ലാതെ വേറെ അതൊരു പ്രശ്നമില്ല. അവരെ നമുക്ക് ഫീഡ് ചെയ്യാം, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, അതൊരു പ്രശ്നമില്ല. എന്തായാലും അറ്റ്ലീസ്റ്റ് വയലൻ്റ് ആയിട്ടുള്ളവരുടെ അടുത്ത് നമുക്ക് കുഴപ്പമില്ലാതെ നിൽക്കാം. ഇതേ നമ്മുടെ അടുത്ത് ഹക്കൂണ മാറ്റാറ്റ വന്നിരിക്കുന്നു. മുഫാസർ എല്ലാവരും കാണാൻ പോകുന്നുണ്ടോ? അപ്പോൾ അന്നേരം അനിമേറ്റഡ് കാണാം, പക്ഷേ എന്നാലും ഒറിജിനലല്ലേ ഫസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. ഈ റോഡൻ ടൈപ്സിന് എല്ലാം പ്രത്യേകതയാണെന്ന് തോന്നി, അലേർട്ട്നെസ്സും ക്യൂരിയോസിറ്റിയും. അത് കഴിഞ്ഞപ്പോൾ റെപ്റ്റൈൽസിൻ്റെ അടുത്തോട് വരുന്നു. ഞാൻ സത്യമായിട്ട് ഒന്ന് പറിച്ചത് എന്നൊന്ന് വെച്ചു. എങ്കിലും എല്ലാവരും വളരെ ശാന്തമായിട്ടുണ്ട്. അവിടെ ഏറ്റവും വയലൻ്റായിട്ട് നിന്നത് ഞാനായിരുന്നു. ബാക്കി എല്ലാവർക്കും മീൻസ് ആനിമൽസിനൊന്നും
ഒരു കുഴപ്പമില്ലായിരുന്നു, വളരെ ഡീസൻ്റായിട്ടല്ലായിരുന്നു നിന്ന്. സോ ഈ റെപ്റ്റൈലിനെ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻസും അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തരും. അതൊക്കെ പാലിക്കുക. ഇവർ ഡീസൻ്റാണ്, വളരെ ഡീസൻ്റാണ്. അവരെ അങ്ങോട്ട് കയറി തുറയാൻ പോയില്ലെങ്കിൽ മര്യാദയ്ക്ക് അവിടെ ഇരിക്കും. ഈ പാർട്ടിയായ ടി വിയിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ആ നാക്കാനൊക്കെ പുഴുവന്ന് തെറ്റിദ്ധരിപ്പിച്ച് മീനെ പിടിക്കുന്ന അമ്മ നല്ല രസമായിട്ടാണ് നേരിട്ട് കാണാൻ. പിന്നെ ഇതുപോലത്തെ കുറേ ആൾക്കാരെയൊക്കെ കാണും, അതിനെപ്പറ്റി ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് കിട്ടും. അതുപോലെ സ്നേക്ക് ബൈറ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും ഉള്ള ഒരു ജനറൽ ഐഡിയയും അതുപോലെ ഇൻട്രാക്ഷനും നമുക്ക് ഈ ഒരു പ്ലേസിൽ കിട്ടും. സെക്കൻഡ് മോസ്റ്റ് കോമൺ പെറ്റാണ് ഇവർ എന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. ഭയങ്കര സ്പീഡിൽ ഓടും, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പിടിച്ചിരിക്കാൻ. ഇവർ ഒറ്റ ഓട്ടം ഓടിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് സൂക്ഷിക്കുക. പക്ഷേ എങ്കിലും ആൾ വളരെ നീറ്റായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ചെറിയ പാർട്ടി ഒന്ന് മാഗ്നിഫൈ ചെയ്ത് വെച്ച പോലെയല്ലേ ഇപ്പോൾ ഈ പാർട്ടിയെ കാണുമ്പോൾ ആളെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കത്തുള്ളൂ. അപ്പോൾ പിടിക്കുമ്പം അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പിന്നെ സ്നേക്സിലോട്ട് കയറുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞ സ്നേക്ക് ബൈറ്റിനെ പറ്റി, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി, സ്നേക്ക് ബൈറ്റ് പറ്റിയ എന്ത് ചെയ്യണം എന്നുള്ള വളരെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ കുറച്ച് ഇൻട്രാക്റ്റീവ് സെഷൻസ്, അതുപോലത്തെ ഒരു സെഷനായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ സ്നേക്സിനെ അടുത്തേക്ക് പോയത്. അത് ഇവിടെ പോയ്സണസ് സ്നേക്സ് ഒന്നുമില്ല, വളരെ ഹമ്പിളായിട്ടുള്ള വളരെ ഡീസൻ്റായിട്ടുള്ള സ്നേക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരെ കയ്യിൽ തന്നപ്പം പറഞ്ഞു അനങ്ങരുതെന്ന്. വേറൊന്നും കൊണ്ടുമല്ല, ഇവർക്കൊരു ഋതമുണ്ട്. ആ ഋതം അനുസരിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നേക്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതറിയാത്ത സ്ഥിതിക്ക് അവരെ ഹാൻഡിൽ ചെയ്യുമ്പം സമാധാനമായിട്ട് പേഷ്യൻ്റായിട്ടും വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുക. അന്നേരം അവർക്കും പേടിക്കാതെ അവർ ഡീസൻ്റായിട്ട് അവിടെ നിന്നോളും എന്ന് പറഞ്ഞു. സോ അവരെ കൈ തന്നപ്പോൾ തൊട്ട് ഞാൻ അനങ്ങിയില്ല, സ്റ്റാച്ചു അടിച്ചു പോലെ അപ്പട്ടം നിന്നു. കൈ കുറച്ച് കഴിഞ്ഞപ്പോൾ വിറയ്ക്കാൻ തുടങ്ങി. പക്ഷേ എങ്കിലും അനങ്ങാതെ ഞാൻ മാക്സിമം നിന്നു. പിന്നെ ഇപ്പോൾ ആദ്യം തന്നത് ഒരു മാഗ്നിഫൈഡ് വെർഷനും പിന്നെ ചെറിയൊരു സാധനം തന്ന പോലെ. ആദ്യം തന്നത് ആക്ച്വലി ട്രീ ബോവയും ഇത് സംതിങ് ഓഫ് എ പൈത്തൻ്റെ ഏതോ ഒരു വേരിയൻ്റാണ്. ഇവരാണ് ദി മോസ്റ്റ് കോമൺ പെറ്റ്. ആ ഫുൾ സ്കെയിൽ പൈത്തൺ അല്ല, ഇതൊരു ഡ്വാർഫ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഇതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റായി ഞാൻ ചെന്നപ്പം, അതുകൊണ്ട് അവരുടെ ഫീഡിങ് ടൈം ആയിരുന്നു. അവർക്ക് അവരെ ഫീഡ് ചെയ്യുന്നതും കാണാൻ പറ്റി. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ ഫീഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ നമ്മുടെ ഈ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടേഴ്സിലൊരാൾ, ഈ ബേർഡ് സാങ്ച്വറിയുടെ ഫൗണ്ടേഴ്സിലൊരാളായിട്ടുള്ള ആളാണ് ഇതാ ഈ ഇരിക്കുന്നത്. ഇവരുടെ ഫീഡിങ് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. മീൻസ് അവർ കുഞ്ഞിൻ്റെ അമ്മ വാരി കൊടുക്കുന്നതല്ലാണ് ഇവരെല്ലാത്തിനും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ്, ബേർഡ്സിൻ്റെ ഒരു ഏവിയറി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന പോലെ. അകത്ത് കയറിയ തീറ്റ വേണമെന്നൊന്നുമില്ല, എല്ലാം നമ്മുടെ അകത്ത് വന്നിരുന്നോളും. തീറ്റ ഉള്ളപ്പം വലിയ ആൾക്കൂട്ടവും. പക്ഷേ ഒരു തീറ്റയും കിട്ടാത്ത രണ്ട് പാർട്ടികളാണ് മുകളിൽ ഇരിക്കുന്നത് രണ്ടുപേര്. ഒരു കാര്യമില്ല, ചുമ്മാ വന്നിരിക്കുക. എന്തിനാന്ന് എനിക്ക് തോന്നുന്നില്ല. കയ്യിൽ ഇരിക്കുന്നവർ തീറ്റ കണ്ടിട്ട് ഓടി വന്നതാണ്. പക്ഷേ എങ്കിലും ബാക്കി രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലെ തീറ്റ തീർന്നു, എന്നിട്ടും അവരോട് ഇരിപ്പുണ്ട്. അവർക്കങ്ങനൊന്നുമില്ല, അവർ ഭയങ്കര ഇൻട്രാക്റ്റീവാണ്. ആരാ ഇത് എവിടെയൊക്കെ കയറിയിരിക്കാം. എൻ്റെ ഹുഡിൻ്റെ അകത്ത് വരെ ആൾക്കാർ കയറിയിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മളിങ്ങനെ എത്ര നേരം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യും കേട്ടോ. ഇവർ എത്ര നേരം വേണേൽ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും, എത്ര നേരം വേണേൽ നമുക്ക് ഇവരോട് കളിച്ചുകൊണ്ടിരിക്കാം. അതൊരു പാരഡൈസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബേർഡ്സിൻ്റെ കേസിൽ എനിക്ക് ഇച്ചിരി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഇവരില്ല, ഈ ആരുമായിട്ട് കാണിക്കുന്നവർ, അവരെ ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. പൂച്ച വന്ന് അതിൻ്റെ കാല് മാത്രം കടിച്ചു പറിച്ച് തിന്നിട്ട് പോയി. എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്ത് ഞാൻ 2 ലെയറുള്ള നെറ്റൊക്കെ ഇട്ടിട്ട് പോലും അതുങ്ങളെ അത് കൊന്നു. അതുകൊണ്ടൊരു സമയത്ത് എനിക്ക് പൂച്ചകളെ ഇഷ്ടമേ അല്ലായിരുന്നു. ഞാൻ ഓടിക്കുമായിരുന്നു വീടിനടുത്തൊന്നും. ഇപ്പോൾ ഓടിക്കില്ല, പക്ഷേ എങ്കിലും പൂച്ചകൾ എൻ്റെ പ്രിയപ്പെട്ട മൃഗങ്ങളിൽ ഇല്ല. ഇവരെ കണ്ടില്ലേ, വളരെ ഇൻട്രാക്റ്റീവായിട്ട് അടുത്ത് വന്നിരിക്കുന്ന വളരെ രസമായിരുന്നു. കുറച്ച് സെൻറ്റിമെൻ്റലായി, പക്ഷേ എങ്കിലും ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത പ്ലേസ് ഇതാണ്. ഈ സെൻറ്റിമെൻറ്റ്സും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. വളർത്തണമെന്നുണ്ട് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അവരെൻ്റെ അതിൽ. പിന്നെ ഇയാളെ കണ്ടപ്പോൾ ഇപ്പോൾ എൻ്റെ തലയിലോട്ട് വന്ന് എത്തിയേ ഇങ്ങനെ കണ്ടപ്പോൾ, പണ്ട് പോളി എന്ന് പറഞ്ഞുകൊണ്ടൊരു പാരറ്റിൻ്റെ കഥയുണ്ടായിരുന്നു. ആ ഫിലിം എനിക്ക് ഓർമ്മ വന്നു. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. നല്ലൊരു ഫിലിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ആനിമൽ ലവേഴ്സിന് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇവനാണ് എൻ്റെ ഹുഡിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കുന്നവൻ.
ഇതാണെന്നൊന്നും ഇതേ കളറാണുള്ള പാർട്ടിയാണ്. ഇതിൽ ഏതാണെന്ന് എനിക്കറിയാം. എത്ര പക്ഷേ എങ്കിലും എൻ്റെ ഫുഡിൻ്റെ അകത്ത് ഇത് ഈ കളറുള്ള ഒരാൾ കയറിയിരിപ്പുണ്ടായിരുന്നു ഫുൾ ടൈം. അതേ കണ്ടില്ലേ, ഈ പോകുന്ന പോക്ക് അതിൻ്റെ തൊട്ട് കയറിയിരിക്കാനുള്ള പോക്ക്, അത് അവിടെ കയറിയിരിക്കും. അവിടെ ഇരുന്നോളുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടും അവിടെ നിന്ന് പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കും. ആ ഒരു ഇൻട്രാക്ഷൻ എൻജോയ് ചെയ്ത് നമ്മളങ്ങനെ അവിടെ നിന്നാൽ കുറേ പാർട്ടികളെ മിസ് ചെയ്യും. വളരെ കളർഫുൾ ആൻഡ് പവർഫുൾ കുറേ പാർട്ടികളെ അവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരോടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാരിയറിൻ്റെ അപ്പുറത്ത് നിന്നേ പറ്റും നമുക്ക്. എങ്കിലും രസമായിരുന്നു കേട്ടോ. ആ ഒരു ബേർഡ് കേജ് എന്ന് പറയുന്നത് എന്താ പറയുക, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനൊരു സെറ്റപ്പ് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും കൊതി മാറാത്ത എൻ്റെ പാരഡൈസിൽ നിന്ന് മനസ്സ് കല്ലാക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഈ പാർട്ടി ഉണ്ടല്ലോ, ഇങ്ങനെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നടന്ന ഒരു റൗണ്ട് നടക്കാനുണ്ട് അവിടെ. ആ റൗണ്ട് നടന്നപ്പം ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പം അത് എൻ്റെ ദേഹത്തുനിന്ന് മാറ്റി വിടാനും തല കയറി ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറക്കി വിടാനും ഇച്ചിരി പാട് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി സൈക്കിൾ റൈഡാണ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷെ അത് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഈ AVT ബൈക്ക് ഓടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു. പോണി റൈഡ് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഇവരുടെ ഒരാളെ, പോണി റൈഡ് ഉണ്ട്, ഹോഴ്സ് റൈഡ് ബുക്ക് ചെയ്യുവാണെങ്കിൽ അവരുടെ ഫോണിലുള്ള സവാരി കിട്ടും. ഞാൻ ഈ സാധനമാണ് റൈഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ സ്റ്റിയറിങ്ങിന് ഒരു പ്ലേ ഉള്ളപ്പം വണ്ടി ഓടിക്കാനൊരു ബുദ്ധിമുട്ടില്ല. ആ ഒരു സാധനം ഇതിനുണ്ട്. സോ ഒന്ന് പിടുത്തം കിട്ടിയ വരാനൊരു റൗണ്ട് എടുക്കും. അത് കഴിയുമ്പോൾ നമുക്കൊരു റൗണ്ട് ഓടും. 2 റൗണ്ടാണ് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ നടുക്കത്തെ ഒരു ബമ്പില്ലേ, അതേ കൂടെ വേണമെങ്കിൽ കയറി ഇറങ്ങാം. ഞാനൊരു റൗണ്ട് ഓടിച്ചു. ഇവിടെ കൂടെ ബമ്പേ കൂടെ കയറി ഇറക്കി ഇപ്പുറത്തൂടെ വന്ന് അങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചിറങ്ങി. പക്ഷേ ഈ റൗണ്ട് ഫുൾ കഴിയുമ്പോഴാണ് ഇതിനെ എങ്ങനെയാണ് ഓടിക്കേണ്ടത് നമുക്കൊരു പിടുത്തം കിട്ടുന്നത്. ഞാൻ എയർ സൈക്കിളും അതുപോലെ സിപ്പ് ലൈനുമായിരുന്നു ബുക്ക് ചെയ്തത്. എയർ സൈക്കിൾ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ AVT ബൈക്ക് അവരെനിക്ക് ഓഫർ ചെയ്തത്. AVT ബൈക്ക് ഓർഡർ ചെയ്തതിന് ശേഷം സിപ്പ് ലൈനിൽ കയറി. പക്ഷേ ഞാൻ കയറി ഇരുന്നത് ഇച്ചിരി അൺകംഫർട്ടബിളായിട്ടായിരുന്നുകൊണ്ട് ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു ആ സാധനം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും സൺസെറ്റിലൂടെയുള്ള സിപ്പ് ലൈൻ വാസ് നൈസ്. 3 സ്ഥലം പ്ലാൻ ചെയ്ത് വന്നു. നേരത്തെ മിസ് ചെയ്ത ഒരു സ്ഥലം, പിന്നെ ഒരു സ്ഥലം കൂടെ എൻ്റെ ഒരു പ്ലാനിലുണ്ടായിരുന്നു. അത് അടുത്തൊരു ദിവസം പോകാം. ഇപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂർ ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യാനുള്ള വകയുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഗൈഡഡ് ടൂറാണ് ബേസിക്കലി ഇവിടുത്തെ ഒരു സംഭവം. പിന്നെ സിപ്പ് ലൈൻ സൈക്ലിംഗ് ഇല്ലായിരുന്നു. സോ അതിൻ്റെ പകരമാണ് മറ്റേ AVT ബൈക്ക് ഓടിച്ചത്. അപ്പം ലൊക്കേഷൻ ഞാൻ എന്താ ഇട്ടേക്കാം. പരിചയമില്ലാത്ത സ്ഥലമൊന്നും അറിയത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഒന്ന് ഒരു ആഫ്റ്റർനൂൺ ഫാമിലിയുടെ കൂടെ സോളോ കുഴപ്പമില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. സോ താല്പര്യമുള്ളവർ ഒന്ന് വന്ന് നോക്കുക. ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.